എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്വാദിഷ്ടമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ കണ്ണൂർ സ്പെഷ്യൽ ബീഫ് വരളയാണ്. നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ ഞാനിപ്പോൾ പലതരത്തിലുള്ള ബീഫ് റെസിപ്പീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു തരി പോലും വ്യൂസ് കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ബീഫ് റെസിപ്പീസ് ഉൾപ്പെടുത്താത്തതും. ഞാൻ ഇതിനു മുമ്പും ഒരു ബീഫ് വരള റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു ബീഫ് റെസിപ്പി ഇടാൻ കാരണം എൻ്റെ ഒരു ഫോളോവേഴ്സ് ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ്. പഴയ വീഡിയോസ് ഒരുപാടുണ്ടെങ്കിൽ തന്നെയും പുതിയ വീഡിയോസിനോടാണ് ആൾക്കാർക്ക് ഇഷ്ടവും. നിങ്ങളുടെ ഏതാഗ്രഹവും എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്കൊരു മടിയുമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കില്ല കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ബീഫ് വരള തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ അളവിലാണ് ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ബീഫ് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 100 ഗ്രാം അളവില് കൊച്ചുള്ളിയാണ്. ഒരു 20 അല്ലി എടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ 3 ചെറിയ സവാളയും കൂടെ. ഇപ്പോൾ കൊച്ചുള്ളി നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ ഒരു 4 സവാള എടുക്കേണ്ടതായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിനുള്ള കല്ലുപ്പ്. ഇതിന്റെ കൂടെ തന്നെ 1 സ്പൂൺ അളവിലെ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കൈ ഉപയോഗിച്ച് ബീഫ് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അത്യാവശ്യം എല്ലുള്ളത് കൊണ്ട് ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ കൈയൊന്നും മുറിയാതെ വേണം കുഴച്ചെടുക്കാനായിട്ടും. ഇതുപോലൊരു കറി തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എല്ലിട്ട് ബീഫ് വാങ്ങിക്കാൻ മറക്കരുത് കേട്ടോ. അതുകൂടെ ചേരുമ്പോഴാണ് ബീഫ് വരളയ്ക്ക് നല്ല സ്വാദം ഉണ്ടാകുന്നത്. നല്ലപോലെ ബീഫിലേക്ക് സവാള ഞെരടി കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. കുക്കർ മൂടിയിട്ട് ഒരു 6-7 വിസിൽ വരുന്നത് വരെയും നമുക്ക് വേവിച്ചെടുക്കാം. ഈ കുക്കർ മൂടി നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം. ബീഫ് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് കുറച്ച് മസാലകൾ നമുക്കൊന്ന് പൊടിച്ച് വെക്കണം. ഇതിനായിട്ടൊരു പാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു പാനിലേക്ക് കുറച്ച് മസാലകൾ എടുക്കാം. കൂടുതലായിട്ട് നമ്മൾ ചേർക്കുന്നത് കുരുമുളകാണ്. ഞാനിവിടെ ഒരു 2 സ്പൂൺ അളവിൽ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് എടുത്ത പോലെ തന്നെ മല്ലി 2 സ്പൂൺ അളവിൽ തന്നെ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവില് പെരിഞ്ചീരകം കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 8 വറ്റൽമുളകാണ്. നിങ്ങളുടെ കയ്യിൽ പൊടിയാണുള്ളതെങ്കിൽ കുരുമുളക് പൊടി ഒരു 2 സ്പൂൺ എടുക്കണം. മല്ലി ആണെങ്കിൽ ഒരു 2.5 സ്പൂൺ എടുക്കണം കേട്ടോ. അതുപോലെ മുളക് പൊടി ആണെങ്കിൽ 1 സ്പൂൺ അളവിൽ എടുത്താൽ മതിയാകും. നമുക്കിതിലേക്ക് കുരുമുളകിന്റെ ഫ്ലേവർ ആണ് കൂടുതലായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മസാലകളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ട് കൊടുത്ത് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. ഇപ്പോൾ നമ്മുടെ മസാലകൾ ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കണം. ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമ്പോൾ നമ്മുടെ വരളയ്ക്ക് നല്ല സ്വാദായിരിക്കും. ഇതൊരു നുള്ള് ഉലുവയാണ്. ഉലുവ കൂടെ ചേർക്കാം. വീണ്ടും നല്ലതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ മസാലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. ഇപ്പോൾ നമ്മുടെ മസാലകൾ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് തണുത്ത് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മസാലകൾ നല്ലതുപോലെ തണുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മിനി മിക്സിയിലേക്ക് മാറ്റിയിട്ടൊന്ന് പൊടിച്ചുകൂടെ എടുക്കാം. ഞാൻ ഈ ഒരു മിക്സി ഓൺലൈനിൽ വാങ്ങിയതാണ്. ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനധികം പൈസയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ വറുത്തെടുത്ത മസാലകൾ ഞാനിവിടെ ഇതുപോലെ ഒന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബീഫും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല വെള്ളത്തോടു കൂടി തന്നെയാണ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ടൊരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചീനച്ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. ഇത് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മുരിയിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 തക്കാളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തതാണ്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ ചെറിയ തീയിൽ വെച്ച് ഒരു 2 മിനിറ്റ് നേരം മൂടി വെച്ച തക്കാളിയെ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം വീണ്ടും കുറച്ച് വെച്ച് കൊടുത്ത് തന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം.
പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലകൾ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം. മസാലകൾ ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് ഉരുണ്ട് വന്നിട്ടുള്ളൊരു പാകമാണ്. ഈ ഒരു സമയമായാൽ നമ്മൾ ബീഫ് വേവിച്ചിരിക്കുന്നതിൻ്റെ സ്റ്റോക്ക് കുറച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. സ്റ്റോക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഈ ഒരു മസാലയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിനായിട്ട് നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മൂടി തുറന്ന് നോക്കാം. അതിനുശേഷം ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഫുൾ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാം. ഇനി ബീഫ് കഷ്ണങ്ങളും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഈ ഒരു കറിയിൽ ധാരാളം വെള്ളമൊക്കെ ഉണ്ട്. ഇതൊന്ന് പറ്റി വരണ്ട് വരണം. അതുവരെയാണ് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. കഷ്ണങ്ങൾ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഇനി ഈ ഒരു ഗ്രേവിയിൽ കൂടെ കിടന്ന് ഒന്നുകൂടെ വെന്ത് കിട്ടണം. അതിനായിട്ടൊന്ന് മൂടി തുറന്ന് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. കഷ്ണങ്ങൾ ചേർത്തിട്ട് നമ്മുടെ കറി ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. നല്ല പോലെ വരണ്ട് വരുന്നൊരു പാകത്തിലേക്കായി കിട്ടണം. അങ്ങനെ നമ്മുടെ കറി ഇപ്പോൾ ചെറിയ തീയിൽ വെച്ച് തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്ന പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കറി നല്ല വരണ്ട പാകത്തിലാണ് ആയി വരേണ്ടത്. ഒന്നുകൂടെ ചെറിയ തീയിൽ വെച്ച് തന്നെ നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് വരള ഇതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും ഒന്നും കൂടെ കട്ടിയായി വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അതിനു മുമ്പായിട്ട് നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കേണ്ടതുണ്ട്. നമുക്കൊരു താളിപ്പ് ചെയ്തെടുക്കണം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാനിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഞാനിവിടെ ഒരു 6 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് ചെറുതായി ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കണ്ണൂർ സ്പെഷ്യൽ ബീഫ് വരള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഏതൊരു ഡിഷിൻ്റെ ഒപ്പം വിളമ്പാനും സൂപ്പർ കറിയാണ് കേട്ടോ. കറിയുടെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എത്രമാത്രം രുചിയായിരിക്കുമെന്ന്. ഈ ഒരു കറി നമ്മുടെ വീടുകളിൽ തയ്യാറാക്കുമ്പോൾ അപാര മണവും കൂടിയാണ്. അയൽവക്കക്കാർ പോലും ഈ ഒരു കറിയുടെ മണമടിച്ചാൽ നമ്മുടെ വീടുകളിൽ അന്വേഷിച്ചെത്തുകയും ചെയ്യും. അപ്പോൾ ഇതുപോലൊരു സിമ്പിൾ കറി നിങ്ങൾ എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കറിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കേട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.